ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു ഡ്രസ്സിങ് ഹോളാണ്. പക്ഷേ ഇത് ആമസോണിൽ നിന്നല്ല, ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അഗ്നിക എന്ന് പറഞ്ഞിട്ട്, എനിക്കൊന്ന് മിക്കവർക്കും തന്നെ അറിയായിരിക്കും. ആളുടെ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മുടെ മറ്റേ നൈറ്റിയില്ലേ, നൈറ്റി ആണെങ്കിൽ മേടിച്ചത്. അപ്പോൾ ഒരെണ്ണം ഞാൻ തുറന്നു നോക്കിയായിരുന്നു ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഞാനാണെങ്കിൽ ഓരോ നൈറ്റിയും 299 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ ഒരു ചെറിയ പഫ് സ്ലീവ് ഒക്കെ ഉള്ള അജ്രക്കിൻ്റെ പ്രിൻ്ററാണ് നൈറ്റിയാണത്. അപ്പോൾ എനിക്കിത് കുറച്ച് വലുതായിരിക്കും. ഞാനൊരു ലാർജ് സൈസിന് ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിൽ SP എന്ന് എഴുതിയേക്കുന്നത്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് സൈസാണ്. ഇത് ലാർജാണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം എനിക്ക് കുറച്ച് ലൂസായിരിക്കും. പക്ഷേ വീട്ടിലിടാനുള്ള നൈറ്റി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസോളം നോക്കി മേടിച്ചതാണ്. എനിക്ക് ഒരുപാട് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഇഷ്ടമല്ല വീട്ടിലിടാനായിട്ട്. ഫസ്റ്റത്തെ കളർ ഇതാണ്, ഒരു മെറൂണും ബ്ലാക്കും കൂടെ ചേർന്നിട്ടൊരു ഷെയ്ഡാണ് ഫസ്റ്റത്തെ കളർ. നമുക്ക് രണ്ടാമത്തെ നൈറ്റി നോക്കിയാലോ. രണ്ടാമത്തെ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു ബ്ലൂ ഡിസൈനാണ് വരുന്നത്. ബ്ലൂവിൽ ഇതും അജ്രക് പ്രിൻ്റ് തന്നെയാണ്, പക്ഷേ ഒരു ഡിസൈനിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് നല്ല ഡാർക്ക് ബ്ലൂ കളറാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫോണിൽ കാണുമ്പോൾ ഇനി ബ്ലാക്ക് ആയിട്ടാണോ കാണുന്നറിയില്ല. ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. ഇതിനുണ്ട് പഫ് സ്ലീവ്. പക്ഷെ പഫാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ടൈറ്റൊന്നും ഇല്ലാത്ത നല്ല ലൂസായിട്ടുള്ള ലാസ്റ്റിക്കാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇച്ചിരി ലൂസൊക്കെ ആണെങ്കിലും കെട്ടാനായിട്ടുള്ള വള്ളിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണെങ്കിലും അതെ, ക്ലോത്ത് വൈസ് നല്ലൊരു മെറ്റീരിയലാണിത്. പിന്നെ നെക്സ്റ്റ് വൺ ഈ സെയിം ബ്ലൂവിൻ്റെ തന്നെ മെറൂൺ കളർ, കുറച്ച് ഡാർക്ക് മെറൂണും ഓറഞ്ചും കൂടെ ചേർന്നൊരു കളറാണ് അടുത്തത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അതെ സ്ക്വയർ നെക്ക് പോലത്തെ നെക്കും പിന്നെ പഫ് സ്ലീവ്സ്, കെട്ടാനുള്ള വള്ളിയെല്ലാം ഉണ്ട്. ബാക്കിൽ വേറെ ഡിസൈൻസ് ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട്. പിന്നെ ഉണ്ട്, പറയാൻ മറന്നുപോയി, താഴെ ഒരു ഫ്രിൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ മിക്ക ഫ്രോക്ക് നൈറ്റീസിലും കാണുന്ന പോലെ തന്നെ താഴെ ഫ്രിൽസും ഉണ്ട്. എല്ലാത്തിനും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ. എല്ലാ നൈറ്റീസിനും 299 തന്നെയാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 4 എണ്ണം മേടിച്ചത്. നാലാമത്തെ ഇതാണ്. നാലാമത്തെ നമ്മൾ ആദ്യം കണ്ട നൈറ്റിയുടെ കളർ ചേഞ്ച്. അപ്പോൾ ആദ്യം കണ്ടത് ഒരു ടൈപ്പ് മെറൂൺ കുറച്ചുള്ളൂ, ബ്ലാക്കും കൂടെ ചേർന്നതാണ്. ഇതിൽ വരണത് ഓറഞ്ചും മെറൂണും കൂടെ ചേർന്നത്. പക്ഷേ ഈ എല്ലാ മെറൂണുകളുടെയും കളർ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേത് കുറച്ചുകൂടെ ഡാർക്ക് മെറൂൺ, ഇത് കുറച്ച് ലൈറ്റ്, അതിനും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു മെറൂണിഷ് തന്നെ ഒരു കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സെയിം തന്നെയാണ്. പഫ് സ്ലീവ്സും കെട്ടും പിന്നെ താഴെ ഫ്രിൽസൊക്കെ ആയിട്ട് വന്ന ഒരു ടൈപ്പ് നൈറ്റിയാണ് വന്നേക്കുന്നത്. പിന്നെ എല്ലാത്തിനും ക്ലോത്ത് നല്ലതാണ്, കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ കഴുകുമ്പോൾ കളർ പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തപ്പോഴാണെങ്കിലേ നമ്മൾ കമൻറ്റ് ബോക്സ് നോക്കുമല്ലോ, ആൾക്കാരെങ്ങനെയാണ് റിപ്ലൈ, മുന്നേ വാങ്ങിച്ചവരുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ നോക്കിയപ്പം മിക്കവരും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആള് മെസ്സേജ് അയച്ച റിപ്ലൈ തരത്തില്ല, കുറേ വൈകും എന്നൊക്കെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ, ഞാൻ ഇവിടുത്തെ രാത്രി അവിടുത്തെ ഒരു രാവിലെ അവിടെ സമയം നോക്കിയിട്ടാണ് മെസ്സേജ് അയച്ചിരുന്നത്. പക്ഷെ ഞാൻ മെസ്സേജ് അയച്ച് എനിക്കൊന്നും അവിടെ നാട്ടിൽ രാവിലെ ഒരു 8 മണിയായപ്പോഴേക്കും എനിക്ക് തിരിച്ച് റിപ്ലൈ കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ പൈസ പേ ചെയ്ത് നൈറ്റ് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആൾ അയച്ചായിരുന്നു. അവരുടെ എനിക്കൊന്ന് ഷിപ്പിംഗ് ടൈം പറയണേ വിത്തിൻ 7 days ആണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതിനുള്ളിൽ തന്നെ എനിക്ക് സാധനം എല്ലാം കിട്ടിയായിരുന്നു കേട്ടോ. ഇനി ഞാനിത് ഉപയോഗിച്ച് നോക്കി ഒന്ന് കഴുകിയിട്ടൊക്കെ പറയാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ കണ്ടെടുത്തോളം അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതും അതെ, എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ആളുടെ വീട്ടിലോട്ട് ഷിപ്പ് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടിരിച്ചതാണ്. അപ്പോൾ 4 നൈറ്റി ഓരോന്നും 299 ആണ്. ആ വിലയ്ക്ക് സാധനം നല്ല അടിപൊളിയാണ്, അതെനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി കഴുകി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ നൈറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി ലൂസുണ്ട് എനിക്ക്, കൈയുടെ ഭാഗത്താണെങ്കിലും. പിന്നെ ഞാനിത് കെട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അറിയാത്ത, ഇച്ചിരി ലൂസുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞോളം തന്നെ എൻ്റെ സൈസ് ശരിക്കും മീഡിയം ആണ്. ഞാൻ ലാർജിന് ഓർഡർ ചെയ്തത്. അപ്പോൾ കാരണം നമ്മൾ വണ്ണം വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നമുക്ക് ഉപയോഗിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് സൈസാണോ കിട്ടണമെന്ന് അറിയാൻ പാടില്ലാത്ത കാരണം ഞാൻ എപ്പോഴും ഒരു സൈസ് കൂടുതൽ ഓർഡർ ചെയ്യാറ്. അപ്പോൾ സൈസ് വലുതായാൽ നമുക്കൊന്ന് ഓൾട്ടർ ചെയ്തെടുക്കാമല്ലോ, പക്ഷേ ചെറുതായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ലാർജർ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ കെട്ടഴിച്ചിട്ട് കാണിക്കാം എന്തോരം ലൂസ് ഉണ്ടെന്ന്. നിങ്ങൾക്കിത് അറിയാം, ഇത്ര ലൂസ് ഉണ്ട് എനിക്ക്.
പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ കുറച്ച് ഒന്ന് ലൂസായ ഡ്രസ്സായിരിക്കും ഇടാനായിട്ട് കംഫർട്ടബിൾ. അതുകൊണ്ട് പിന്നെ വള്ളിയും കൂടെ ഉള്ള കാരണം നമുക്ക് കെട്ടി വെച്ചിട്ട് അത് ഇടാൻ പറ്റും. പക്ഷെ നല്ലതാണത്. ഇവിടെ മാത്രം എനിക്ക് ഇച്ചിരി ഒന്ന് അടിച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അല്ലെങ്കിൽ ഇത് നന്നായിട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇട്ട് കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ ഈ റഫായിട്ടുള്ള കോട്ടൺ അല്ല, സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇടുമ്പോൾ തന്നെ ആണെങ്കിലും നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതേ ഇതാണ് അടുത്തത്. ഞാൻ 2 ഡിസൈനിൽ നിന്നും ഓരോന്ന് വെച്ചാണ് ഇട്ട് കാണിക്കുന്നത്. ഇത് ഞാനിപ്പോൾ കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ ഇതിനും അതെ സെയിം പോലെ തന്നെ അത്ര ലൂസ് ഉണ്ട്. പിന്നെ പഫ് മാത്രമേ ഇച്ചിരി വ്യത്യാസമുള്ളൂ. മറ്റേതിൻ്റെ പഫിന് അടിച്ച് വെച്ചേക്കാം, ഇതിൻ്റെ പഫ് ഇലാസ്റ്റിക്കും. അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കെട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൈറ്റായിട്ട് ഷേപ്പായിട്ട് തന്നെ നിൽക്കും. അല്ലാത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കുറച്ചൊന്ന് ലൂസ് ഉണ്ട്. അപ്പോൾ അതെ കെട്ടി വെച്ച് കഴിയുമ്പോൾ അതെ കറക്റ്റ് അളവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിന് ഈ ഭാഗത്ത് അത്രയും ലൂസ് എനിക്ക് തോന്നിയില്ല കേട്ടോ. മറ്റേതിൻ്റെ അത്ര ലൂസ് ഇല്ല, കുറച്ചും കൂടെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇത് കളർ നിൽക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.